എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഇന്നർ ചൈൽഡ് ഹീലിംഗിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ. ഇന്നർ ചൈൽഡ് ഹീലിംഗ്. എന്തിനാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ ചെയ്യുന്നത് എന്നായിരിക്കും. നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടിയുണ്ട്. ചിലപ്പോൾ ഒരു മുറിവേറ്റ കുട്ടിയായിരിക്കാം. ചില ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, എൻ്റെ ബാല്യകാലം എനിക്ക് വളരെ നല്ല സന്തോഷകരമായ ജീവിതമായിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന്. പക്ഷെ മറ്റു ചിലരാകട്ടെ, എനിക്ക് എൻ്റെ ബാല്യകാലം അത്ര നല്ലതായിരുന്നില്ല, ഒരുപാട് വേദനകളോടെ ഞാൻ കടന്നുപോയി, ആ വേദന ഇപ്പോഴും എന്നെ വേട്ടയാടുന്നുണ്ട് എന്നിങ്ങനെ പറയാറുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ പുത്തൻ ഉണർവാണ് ലഭിക്കുന്നത്. ജീവിതം മാറ്റി മറയ്ക്കാൻ വരെ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്താൽ ആ വ്യക്തിയെ കാത്തിരിക്കുന്നത്, ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതം തന്നെയായിരിക്കും. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ പല ചിന്തകളും കടത്തി വിട്ടിട്ടുണ്ട്. അത് മിക്കതും നെഗറ്റീവായിരിക്കും. കാരണം നമ്മൾ നന്നാകാൻ വേണ്ടി ചിലപ്പോൾ പേരൻസിന്റെ ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് മുറിവേറ്റിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും. ചില ആളുകൾക്കാണെങ്കിൽ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അത് എന്തായിരിക്കും? സെക്ഷൽ അബ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ മാനസികമായ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും. ഇതെല്ലാം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അസസ് ചെയ്തിട്ടുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മൾ വിശ്വസിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ഉണർന്നിരിക്കുക ഒരു 5 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള വയസ്സിലാണ്. 5, 6, 7 ആ വയസ്സിൽ കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവര് മനസ്സിലേക്ക് കൊടുക്കും, അത് നല്ലതായാലും ചീത്തതായാലും. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഒരുപാട് ചേഞ്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം തോന്നി തുടങ്ങും, നമ്മളുടെ കഴിവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്നർ ചൈൽഡ്, അതായത് ഈ മുറിവേൽക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വെർബലി അബ്യൂസ് ചെയ്യപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടതാവാം, പലതരത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഹീൽ ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസവും അഭിമാനവും നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ പേടിപ്പിച്ചതായിരിക്കാം, അത് ആ ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ വല്ല സിനിമയോ കണ്ട് പേടിച്ചതായിരിക്കാം. കുട്ടിക്കാലത്ത് ഭയാനകമായ മൂവീസൊക്കെ ഇരുന്ന് കാണുമ്പോൾ അത് ശരിക്കും സത്യമാണെന്ന് കരുതി മനസ്സിൽ അത് കൊണ്ടു നടന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാണുന്ന സമയത്തൊക്കെ പേടി വന്നതായിരിക്കാം. ഇന്നർ ചൈൽഡ് പല വിധത്തിലും സംഭവിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് സ്വയം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ലൈഫ് കോച്ചിന്റെ സഹായം തേടാവുന്നതാണ്. എങ്ങനെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തമായി സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. എന്ത് വേദനയാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ഒരു 7 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുപോവുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേദനയാണ്, ആരിൽ നിന്നാണ് മുറിവേറ്റിട്ടുള്ളത്, വെർബലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളെ പേടിപ്പെടുത്തുന്ന എന്തായിരുന്നു സംഭവിച്ചത്, ആരായിരുന്നു നിങ്ങളെ അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തിച്ചത് എന്ന് അവരെ കൂടെ ഓർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളിലുള്ള കുഞ്ഞിനെ നമ്മൾ പതിയെ വിളിക്കുക. ഉള്ളിലുള്ള കുഞ്ഞിനെ നമ്മളുടെ രൂപത്തിൽ തന്നെ കാണുക. നമ്മുടെ കുട്ടിക്കാലത്തൊരു ഫോട്ടോ എടുക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പഴയൊരു കുഞ്ഞാണ്. കുഞ്ഞുങ്ങളോട് എപ്പോഴും നമുക്കൊരു സ്നേഹവും ഒരു ദയൊക്കെയാണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ നമ്മുടെ അരികിലേക്ക് വിളിക്കുകയാണ്. അതായത് എൻ്റെ ഉള്ളിലെ എന്നെ തന്നെ ഞാൻ വിളിക്കുകയാണ്. എൻ്റെ പേര് വിളിച്ചായിരിക്കണം ഞാനത് ചെയ്യേണ്ടത്. പേര് വിളിച്ച് അതിനടുത്തിരുത്തി അതിനോട് ചോദിക്കണം, എന്തായിരുന്നു നിനക്കന്ന് സംഭവിച്ചത്, ആരാണ് നിന്നെ ഇങ്ങനെ വേദനിപ്പിച്ചത്? അപ്പോൾ ആ കുഞ്ഞ് മനസ്സ് പറയും, ഇന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇവരിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് പേടി വന്നത്.
അപ്പോൾ നിങ്ങൾ സ്വയം ആ കുഞ്ഞിനോട് പറയുക. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വേണ്ടത് കെയറിങ്ങും ലവ്വിങ്ങും അതുപോലെ സ്നേഹവുമാണ്. ആ സ്നേഹങ്ങൾ മതിയാവോളം ആ കുഞ്ഞിന് കൊടുക്കുക, അതിനെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് അതിനോട് പറയുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല. നിന്നെ ആരാണോ ഇനിയിപ്പോൾ വെർബലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാവാം, അധിക്ഷേപിച്ചതാവാം, നിനക്ക് എല്ലാറ്റിനുള്ള കഴിവുണ്ട്. ആ കുഞ്ഞിനെല്ലാം നിനക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തു തരും. നിൻ്റെ കൂടെ എപ്പോഴും കൂട്ടായി ഞാനുണ്ട്, നീ ഒറ്റയ്ക്ക് നീ കരയരുത് എന്ന് അതിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക, അതിനെ സ്നേഹിക്കുക. നമ്മുടെ ഉള്ളിൽ ഇന്നർ ചൈൽഡിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഉറപ്പായി അത് വരും. കരഞ്ഞുകൊണ്ടോ, ചിലപ്പോൾ അത് കരഞ്ഞുകൊണ്ടോ ആ ഒരു ഡ്രസ്സിൽ, അതായത് കുട്ടിക്കാലത്ത് നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ്, ആ ഡ്രസ്സിലായിരിക്കും അത് വരിക. നമ്മളങ്ങനെ അതിനെ വിഷ്വലൈസേഷൻ ചെയ്ത് അതിനെ കാണുക. ശേഷം അതിനൊരു ചുംബനം കൊടുക്കുക, അതിനെ കെട്ടിപ്പിടിക്കുക. ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കെട്ടിപ്പിടിക്കുക? അത് നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിനോട് പറയുക, ഞാൻ നിനക്കുണ്ട്, നീ ഒറ്റയ്ക്കല്ല എന്നിങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് ആശ്വാസം കിട്ടുന്നു. സെയിം വേ നിങ്ങൾക്കും, അതായത് നിങ്ങളോട് തന്നെയാണ് ഈ ആശ്വാസം പറയുന്നത്. നമ്മളുടെ കുഞ്ഞിനെ നമ്മൾ ഹീൽ ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു ലൈഫ് കോച്ചിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ തീർച്ചയായും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് പുതിയൊരു ജീവനാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിലെല്ലാം നേടാൻ കഴിയുന്നൊരു ആത്മവിശ്വാസം വരും. ആ പേടിപ്പെടുത്തുന്ന സംഭവത്തിൽ നിന്ന് നമ്മൾ മുക്തയാവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ അബ്യൂസിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, അംഗീകരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്നർ ചൈൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.